ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. ഇതിൻ്റെ വിശേഷം. അപ്പോൾ ഞാൻ നമ്മളെ വാഷ് ബേസിനുള്ള മിറർ വാങ്ങാൻ വന്നതാണ് കേട്ടോ. മിറർ കടയിലുള്ള ഫുള്ള മിറർ മൂന്നെണ്ണം എടുത്തു. ഗൈസ്, എമിക്കുട്ടൻ്റെ മുടി വെട്ടാൻ പോവുകയാണ്. എമിയാവേ, എൻ്റെ മുടി വെട്ടാൻ പോകാനാണോ? നോക്ക്, ഞാൻ ഡ്രസ്സൊന്നും മാറ്റാണ്ടൊരു ബനിയൻ ഇട്ടിട്ട് അവൻ എൻ്റെ കൂടി വരുന്നില്ല. വാ, എൻ്റെ പിന്നെ ഒരു വരുന്നോ? പോകുന്നവരോടി മാത്രമേ ഇറങ്ങൂ. നീ വരൂല? നീ വരുന്നില്ല? എന്താ അപ്പാച്ചി വെട്ടിയാലോ നമുക്ക്? അപ്പാച്ചി എങ്ങനെ വെട്ടിയാലും കുഴപ്പമില്ല. ഇവിടെയൊക്കെ കായം മുടി കുറയണമെന്നേ ഉള്ളൂ. മിലിറ്ററി കട്ടാക്കല്ലേ? അവിടെ ഫുള്ള് വെട്ടിട്ട് നടുവില് മാത്രം വെക്കുക. ആണ് ചുമറ്റീനോ? നമ്മളെല്ലാം പണ്ട് കാലത്ത് പറ്റ വെട്ടലേനു. മറ്റേ മുമ്പിലൊന്നും മുടി ഉണ്ടാകുകയല്ല. പക്ഷെ ഇപ്പൊ ഒന്നും അത് നടക്കുകയല്ലോ അല്ലേ? എന്നാ പോവാ. അപ്പൊ ഗൈസ്, കുറച്ച് ദിവസമായിട്ട് ഞാൻ തന്നെയാണല്ലോ കിച്ചണിലെ. അപ്പോൾ ഓവർ ടേസ്റ്റ് ആയിട്ട് ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കുറവിൽ കുക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ആളിങ്ങനെ അന്വേഷിച്ചപ്പോൾ വലിയ വലിയ പുരയിലെല്ലാം പണിക്ക് വന്ന ഒരുത്തിനെ കിട്ടീനു. അപ്പോൾ വലിയ വലിയ പുരയിലെല്ലാം നിന്നിട്ടാണ് ശീലം. അപ്പോൾ അവൾ ഭയങ്കര ഫാസ്റ്റാണ്. ഇവിടെ 2 മിനിറ്റ് കൊണ്ട് അടിച്ചു തുടക്കം ചെയ്തിട്ട് കഴിഞ്ഞോ അടുത്ത പണിയെന്നാണ് നിൽക്കുന്നത്. കാരണം 10 രൂപ റൂമിലുള്ളിടത്തിൽ നിന്നോലാണല്ലോ, ലേശം ഉള്ളിടത്തിലെല്ലാം നിൽക്കുന്നോലാ. അപ്പോൾ പിന്നെ നമുക്ക് ബെരളുമിട ഇടുവാനുള്ള ഇതുവരെ നമ്മൾ കൊടുത്തു. ബെരളുമിൽ ഇടുവാനൊന്നും ഇല്ലെങ്കിൽ ഇതെന്തിന്നാ വിടാതെ വെച്ചിട്ടുള്ള. അപ്പോൾ ബെരളുമിൽ ഇടുവാനെല്ലാം വാങ്ങിക്കൊടുത്ത് പൈസ നോക്കിക്കില്ല, 10 റുപ്യ അങ്ങ് ചിലവാക്കി പോകും. അപ്പോൾ ഇതാ 1 മിനിറ്റ് കൊണ്ട് അരിഞ്ഞിട്ടതാട്ടോ ഇതെല്ലാം കാണുന്നത്. ഇതാ ഈ ഉള്ളിയെല്ലാം എന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ച് കനത്തിലാണ്. ഇതാ ഈ ലെവലിൽ അരിഞ്ഞിരുന്നത് എക്സ്പേർട്ട്. മുളകെല്ലാം കണ്ടില്ലേ? ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇതാ ഇത്രയും ഉരുളക്കിഴങ്ങ് കണ്ടിട്ട് ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ആക്കിയതാണ് ഈ കഷ്ണങ്ങൾ. അതാണ് നമുക്ക് ചിലവ് കുറക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. ഇതെല്ലാം കണ്ടില്ലേ? അപ്പോൾ പിന്നെ ഇതാ പിന്നെ തരിയാണ്. അങ്ങനെ ഒരു മിന്നൽ, അതായത് പേരിൻ്റെ കൂടി മിന്നൽ എന്നും കൂടി കൂട്ടിയിടണം. നമുക്ക് മിന്നൽ മറിയെന്നിട്ടാലോ പേര്? മറിയെന്ന് വിളിക്കാം. മറിയെന്ന് പേരുള്ളവർ എന്നെ തെരുവറായിരുന്നു കേട്ടോ, ഒരു തമാശക്ക്. അപ്പോൾ മിന്നൽ മറിയാണ് ഇവിടെ പണിക്കുള്ളത്. മിന്നൽ വേഗത്തിൽ ജോലികളെല്ലാം തീർക്കും. അപ്പോൾ പിന്നെ ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു ആശ്വാസമാണ്. വേഗം തീർത്ത് വേഗം പോകാന്നുള്ളതാണ്. ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ എടുക്കുന്നത് വേഗം പെട്ടെന്ന് പണി തീർത്താൽ അടുത്ത തന്നെ ടക്ക് എന്നുള്ള വർക്കാണ് കേട്ടോ. ഓക്കെ, എന്നാ പിന്നെ പൊന്തിച്ച് പറഞ്ഞാൽ മതിയോ? അപ്പോൾ ഞാനെന്നാൽ മാക്സി ആയിട്ട് ഇറങ്ങാണ് കേട്ടോ. നിങ്ങൾക്ക് മാക്സി വെക്കുന്ന എന്നെ കാണിച്ച് ബോറടിക്കുന്നുണ്ടാവും അല്ലേ? ഇതെന്നായി ഇവനൊരു ഇതും കൊണ്ട് ഇറങ്ങിക്കുന്നുള്ള. അപ്പോൾ ഇന്ന് നമ്മൾ മാക്സി വെക്കുന്നൊന്നും കാണിക്കുന്നില്ല. ഇന്ന് മിന്നൽ മറി ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ നമുക്ക് വൈകുന്നേരം വന്നിട്ട് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും പോവുകയാണ് പുറത്തേക്ക്. എന്തെങ്കിലും കോമഡി ആയിട്ട് ഉണ്ടെങ്കിൽ കാണിക്കാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്നാൽ ഓക്കെ, വേറൊന്നും ഇല്ലാലോ. 2 വാക്ക് പറയാനുണ്ടോ? വീഡിയോയിലൊന്നും മോന്താ കാണിക്കുന്ന ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഓക്കെ, എന്നാൽ പിന്നെ ശരി. ഇവിടെ നിൽക്കുന്ന ഒരാളെ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. മറിയത്തിനെല്ലാം വേഗം അങ്ങ് പോകണം. ആടെ 3-4 കുട്ടികളും ഭർത്താവും ഒക്കെ ഉള്ളതാണ്. അപ്പം വേഗം അങ്ങ് പുരക്കെത്തണം. എന്നിട്ട് ആടുന്ന് ചോറും ചായയല്ലോ അതും ആക്കണം. ഇവിടെ നിൽക്കുന്ന ഒരാളെ കിട്ടിയ ഒരു സുഖമായിരുന്നു അല്ലേ? പക്ഷേ മറിയത്തിനോട് പറഞ്ഞിക്ക് നിൽക്കാനാകുമെന്ന്. പക്ഷേ നടക്കാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ദൂരത്തെല്ലാം പോകുമ്പോൾ ആവശ്യമല്ല. പിന്നെ പറയാം നമുക്ക്. എന്തായാലും ഞാൻ എന്നാൽ പോയി വരാം. എൻ്റെ എമിക്കുട്ടൻ ഇന്ന് ഒക്കില്ലയോ? ഒങ്ങാറ്റ കുറ്റനാണ് എൻ്റെ ഒങ്ങാറ്റ. എൻ്റെ മോനെ നീ ചിറ്റ് കുറ്റിക്കില്ല ഒങ്ങനില്ല. എൻ്റെ വാവ ഒങ്ങനില്ലേ? ഒങ്ങനുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്തായി എന്നൊന്നും അറിയില്ല. ഞാനൊരു പുരേന്ന് വീഡിയോ എടുക്കുമെന്ന് നോക്കുമ്പോൾ സ്റ്റോറേജ് ഫുള്ള് എന്നൊക്കെ പറഞ്ഞു. ഏകദേശം 500 GB എന്നിട്ടും എന്താ ചെയ്യാം. ഓക്കെ, ഇന്ന് അത്യാവശ്യം ഒരു 10-12 മാക്സി ഇന്ന് പോയി കിട്ടോ. ഇനിയും ഉണ്ട് മാക്സികൾ. ഇൻഷാ അല്ലാഹ് നോമ്പ് തീരുമ്പോഴത്തേക്ക് തീരുമായിരിക്കും അല്ലേ എമിക്കുട്ട? എമിക്കുട്ടിൻ്റെ ചിരി തന്നെ. ഹായ് ഗൈസ്, നീ വായി
ഇവിടെ ചിരി വരിക ഹാപ്പിൻ്റെ ഒരു കാര്യം തന്നെ വിചാരിച്ചിട്ട് എൻ്റെ ആരാ ആരെന്തിനാ. അപ്പോൾ ഗൈസ് അങ്ങനെയാണുള്ളത്. അഭിപ്രായം പറയും നിങ്ങൾ. നമ്മളെ വാഷ് ബേസ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ട്. മിന്നുവിൻ്റെ സെലക്ഷനാണ് കേട്ടോ. പിന്നെ നമ്മളെ ഈ വൈറ്റ് തന്നെ വേണം, ഗ്രാനൈറ്റ് മറ്റേ വൈറ്റ് തന്നെ എടുപ്പിച്ച. വൈറ്റ് ഉള്ളതുകൊണ്ടല്ലേ ഇത് മൊത്തം ലുക്ക് മാറിയതില്ലേ, സൂപ്പറായിക്കില്ലേ. പിന്നെ ഇത് നമ്മൾ സ്റ്റാൻഡേർഡിൽ നിന്ന് വാങ്ങിയത്, നരിക്കുനി സ്റ്റാൻഡേർഡ് കേട്ടോ. നല്ല ഐറ്റംസ് ഉണ്ട്. ഇവിടെയുള്ള ടൈൽസൊക്കെ നരിക്കുനി സ്റ്റാൻഡേർഡ് നല്ലതാണ് ഇതൊക്കെ. ഓക്കെ, ഇന്ന് മറ്റേ മിന്നൽ മറിയോ ഇവിടെ എന്തൊക്കെയോ ചെയ്തീനോ. മിന്നൽ മറിയോ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ തീർന്നിക്ക്. നല്ല സമൂസയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചോറിതാ ഈ റൈസ് കുക്കറിൽ വെച്ച് വെക്കല, ഒളിയിൽ വെച്ചിട്ട് അങ്ങ് പോകും. അപ്പോൾ പൊളിച്ചൊക്കെ ഇത് ഏകദേശം 4 മണിക്കെല്ലാം വെക്കുന്ന, അതിൽ വെച്ചാൽ ഒന്നും ആകുകയല്ല, ചൂടും ഉണ്ടാവും. അങ്ങനെ പിന്നെ നല്ല പാർട്സ് കറിയാ കേട്ടോ. ഇപ്പോൾ ചൂടാക്കിയോളെ വെച്ചത് തുറക്കണ്ട. പിന്നെ ചമ്മന്തിയും പപ്പടവും അതാണ് പൊളിച്ചക്കേക്കുള്ളത് കേട്ടോ. അപ്പം വേറൊന്നുമില്ല. എന്നാൽ പിന്നെ നമ്മൾ പോയി ഒങ്ങട്ടെ. എൻ്റെ കുറ്റാപ്പിനെ അങ്ങ് ഒക്കിക്കലാനും ഇനി വേഗം. ഇനി എൻ്റെ ഒങ്ങാറ്റെ ഇനി ഒറ്റയ്ക്ക് ഇനിക്കുന്നുണ്ടോ, ഇനി നോമ്പ് നിൽക്കുന്നുണ്ടോ, എനിക്ക് നോമ്പ് നിൽക്കുന്നുണ്ടോ. അപ്പോൾ വേറൊന്നുമില്ല. എന്നാൽ എല്ലാവരും നോമ്പിൻ്റെ പെരുന്നാൾ കോടിയെല്ലാം എടുത്താൽ, പെരുന്നാൾ കോടി എടുക്കണമല്ലേ വലിയൊരു ടാസ്ക് അവിടെ നിൽക്കുന്നുണ്ട്. മാക്സി എടുക്കാത്ത പോലെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടോ, മാക്സി കൊണ്ടുത്തരാം പുരയിൽ. ഇവിടെ അടുത്തുള്ള പോലെല്ലാം ഇങ്ങനെ വീഡിയോ കണ്ട് ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട്. അവൻ എങ്ങനെയാണ് ഇപ്പം വിളിക്കുക, ഒരു മാക്സിക്കെല്ലായിട്ട് അവൻ ഇവിടെ വന്നാൽ മുതലാകുമോ എന്നൊക്കെ ഒന്നും വിചാരിക്കണ്ട. ഇവിടെ അടുത്തല്ലാന്ന് ഒന്നെങ്കിൽ ഒന്ന് തീരട്ടെ അങ്ങ് വന്നോളുന്നുണ്ട്. ഒന്നോ രണ്ടോ ആണെങ്കിലും വരാം, 1-2 ആണെങ്കിലും വരാം ഇൻഷാ അല്ലാഹ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ അടുത്തുള്ള പോലൊക്കെ ആണെങ്കിൽ കേട്ടോ. നമ്മൾ ഈ നരിക്കുനി പിന്നെ അങ്ങോട്ടൊക്കെ ഞാനിവിടെ പുല്ലാളൂർ മച്ചക്കുള നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ പുല്ലാളൂർ മച്ചക്കുള നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഏത് ഏരിയയിലാണെങ്കിലും ഒരു പറമ്പിൽ സാറായാലും ഇല്ല നമ്മളെ നരിക്കുനി ഈ ഏരിയയിലായാലും ഒന്നും പ്രശ്നമില്ല. നിങ്ങളങ്ങ് വിളിച്ചുകൂട്, മടിച്ചിങ്ങനെ കുത്തിയേക്കാണെങ്കിൽ വിളിച്ചുകൂട് മക്കളെ. എന്നാൽ പിന്നെ ഞാൻ ഉറങ്ങട്ടെന്നാ. ശരി. കുറ്റാപ്പി മുല്ലൊങ്ങനെയല്ലേ, മുല്ലൊങ്ങനെയല്ലേ. ഞാനും ആവയോ ഒങ്ങനെയാണ്, ഞാനൊങ്ങനെയാണ് ഇവിടെ. അപ്പോൾ ഗൈസ് ഇന്ന് മിന്നൽ ലീവാണ്. അതിന് പകരം മറ്റൊരാളാണ് വന്നിരിക്കുന്നത്. മിന്നൽ ഏർപ്പാടാക്കിയ ആർക്കും വിട്ടുകൊടുക്കുകയല്ല. അപ്പോൾ പിന്നെ ഇവരിങ്ങനെ മാറി മാറി വരികയാണ്. ഒരാൾക്കിപ്പോൾ ഇവിടുന്ന് ബോറടിക്കുമ്പോൾ അടുത്ത ആൾ വരും. അങ്ങനെയാണ് കേട്ടോ ഇതിലൊരു എത്ര ആളുണ്ട് നിങ്ങളുടെ ടീം? 2 ആൾ തന്നെ അല്ലേ? അതെ, കേട്ടുകൂടാത്തൊരു സൗണ്ടായി. ബാക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെ പിടിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരെയും പ്രശ്നം ഇതാ. സാധാരണ ഓരോ യൂട്യൂബർമാരൊക്കെ വീഡിയോയിൽ ഉമ്മയും ഒരു പുര നിറച്ച ആൾക്കാർ. ഇവിടെയാണ് എല്ലാവരും മുഖവും പൊത്തി ഓടുക. വെറുതെ നമ്മളെ വീഡിയോ ആരും കാണാത്ത എന്ത് ചെയ്യാനാ. അപ്പോൾ എന്നാൽ ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പ് 11 ആയില്ലേ.